ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് PSC ആണ്. അതായത് കേരള ഫയർഫോഴ്സിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിൽ കാൻഡിഡേറ്റ്സൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണ്. ഏകദേശം 100ഓളം വേക്കൻസിയുമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് PSC വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള PSC വഴി കേരള ഫയർഫോഴ്സിലേക്കുള്ള ഫയർ വുമൺ ട്രെയിനി തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 245/2020 ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ പോസ്റ്റിംഗ് വരുന്ന സാലറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 20,000 മുതൽ 45,800 രൂപ വരെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന വേക്കൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം 15 വേക്കൻസി, കൊല്ലം 5 വേക്കൻസി, പത്തനംതിട്ട 5 വേക്കൻസി, ആലപ്പുഴ 5 വേക്കൻസി, കോട്ടയം 5 വേക്കൻസി, ഇടുക്കി 5 വേക്കൻസി, എറണാകുളം 15 വേക്കൻസി, തൃശ്ശൂർ 5 വേക്കൻസി, പാലക്കാട് 5 വേക്കൻസി, മലപ്പുറം 5 വേക്കൻസി, കോഴിക്കോട് 15 വേക്കൻസി, വയനാട് 5 വേക്കൻസി, കണ്ണൂർ 5 വേക്കൻസി, കാസർഗോഡ് 5 വേക്കൻസി. ഇങ്ങനെയാണ് ഈ ഒരു ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/1/1994-നും 1/1/2002-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്ക് ഇടയിൽ ജനിച്ചവർക്കും അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ചവർക്കും മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും തുടങ്ങിയവർക്ക് ഈ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് +2 ഓർ ഇക്വലൻറ്റ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ +2 അല്ലെങ്കിൽ തത്തുല്യമോ പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. ഈ ഒരു +2 ഏതൊരു സ്ട്രീമിൽ പഠിച്ച് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2-ൽ കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. +2 ജസ്റ്റ് പാസ്സായവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു +2 പാസ്സായി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ +2 പാസ്സായി നിൽക്കുന്നവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാവർക്കും 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു ഹൈറ്റിൽ നിന്നും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാവർക്കും അതായത് വുമൻസിന് ഈ ഒരു സ്വിമ്മിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വാല്യുബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സ്വിമ്മിങ് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു സ്വിമ്മിങ്ങിനെ പറ്റിയിട്ട് നോളജ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു സ്വിമ്മിങ് പഠിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ആവശ്യകതയില്ല. ഈ ഒരു സ്വിമ്മിങ്ങിൽ നോളജ് മാത്രം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു സ്വിമ്മിങ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ ഒരു സ്വിമ്മിങ് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു കാഴ്ചശക്തി തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഐവിഷൻ്റെ കാര്യത്തെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതായത് കണ്ണട ഉപയോഗിക്കാതുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഡിസ്റ്റൻസ് വിഷൻ 6/6 ഉണ്ടായിരിക്കേണ്ടതാണ്. നിയർ വിഷൻ നോക്കുകയാണെങ്കിൽ 0.5 ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർ എല്ലാവരും ഫിസിക്കൽ ടെസ്റ്റിന് വിധേയരായിരിക്കേണ്ടതാണ്. ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 8 കാര്യങ്ങളാണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അതിൽ 5 കാര്യങ്ങൾ പാസ്സായിരുന്നാൽ നമ്മൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ 100 മീറ്റർ റേസാണ് പറയുന്നത്. 17 സെക്കൻഡിനുള്ളിൽ ഈ ഒരു 100 മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഹൈ ജമ്പാണ് വരുന്നത്. 106.00 സെൻറ്റിമീറ്റർ ചാടി കിടക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം പാസ്സാവുന്നതാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ലോങ് ജമ്പ് നോക്കുകയാണെങ്കിൽ 305.00 സെൻറ്റിമീറ്റർ ചാടി കിടക്കുകയാണെങ്കിൽ ഈ ഒരു ലോങ് ജമ്പും പാസ്സാവുന്നതാണ്. ഇനി അടുത്ത ഷോർട്ട് പുട്ടാണ്. ഏകദേശം 4 കിലോഗ്രാമുള്ള ഒരു ഷോർട്ട് പുട്ടാണ് നൽകപ്പെടുന്നത്. ഈ ഒരു ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് 488.00 സെൻറ്റിമീറ്റർ കൂടുതൽ എറിയുവാണെങ്കിൽ ഈ ഒരു ഐറ്റം പാസ്സാവുന്നതാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ 200 മീറ്റർ റേസാണ് പറയുന്നത്. ഈ ഒരു റേസ് 36 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐറ്റവും പാസ്സാവുന്നതാണ്.
ഇനി അടുത്ത 6ാമത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ ത്രോ ബാളാണ് നോക്കുന്നത്. അതായത് ബോൾ ത്രോ ചെയ്യുന്നതാണ്. ഈ ഒരു ത്രോ ചെയ്യുന്ന ബോൾ 14 മീറ്ററിൽ കൂടുതൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഐറ്റവും പാസ്സാവുന്നതാണ്. ഇനി അടുത്ത 7ാമത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ ഷട്ടിൽ റേസാണ് പറയുന്നത്. 4x25 മീറ്ററാണ് പറയുന്നത്. ഈ ഒരു ഐറ്റം നമ്മൾ 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐറ്റവും പാസ്സാവുന്നതാണ്. ഇനി അടുത്ത 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിപ്പിംഗ് ആണ്. 1 മിനിറ്റാണ് സമയം പറയുന്നത്. ഈ ഒരു 1 മിനിറ്റിൽ 80 ടൈംസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്കിപ്പിംഗ് ഐറ്റം നമ്മൾ പാസ്സാവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു 8 കാര്യങ്ങളാണ് ഈ ഒരു ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഈ ഒരു 8 ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു 5 ഐറ്റം നമ്മൾ പാസ്സാവുകയാണെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കിടക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.gov.in ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എളുപ്പത്തിൽ അപേക്ഷിക്കാനായി കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 245/2020 ഈ ഒരു കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു PSCയുടെ ഇതിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു PSCയുടെ ഇതിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ചാനലിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ആ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു 1 ടൈം അക്കൗണ്ട് വഴി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 23/12/2020 അതായത് ഈ ഒരു വർഷം അവസാന മാസം 23-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം രാത്രി 12 മണി വരെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട, നിങ്ങൾ ഉടനെ തന്നെ പോയി അപേക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിളിനെയും അതുപോലെ തന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ ഈ ഒരു ആർട്ടിക്കിളും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന് വരുന്ന ആ ഒരു കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. PSC പരീക്ഷാ തീയതികളൊന്നും വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിലും ഈ PSC കോഴ്സുകളൊക്കെ നല്ല കത്തിയാണ്. ഒരു കോഴ്സിൽ കൂടി പോയാൽ 10-25 വീഡിയോ കാണും. ഇനി ഒഴിവ് കഴിവുകൾക്ക് സ്കോപ്പ് ഇല്ലേ ഇല്ല. കേരളത്തിലെ മികച്ച അധ്യാപകർ ചേർന്ന് നയിക്കുന്ന PSC സമ്പൂർണ്ണ കോഴ്സ് ഇനി നേടാം ഏറ്റവും ചെറിയ നിരക്കിൽ. നേടാം PSC 150 ചുവടുകളിലൂടെ. 3 ലെവലുകളിലായി 150 ടാസ്കുള്ള ഈ കോഴ്സിലൂടെ PSC എഴുതാൻ ആഗ്രഹമുള്ള ഏതുതരം ഉദ്യോഗാർത്ഥികൾക്കും പഠനം ആരംഭിക്കാം. ബിഗിനേഴ്സിന് പഠിക്കാനുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയ ലെവൽ 1, ഇന്റർമീഡിയറ്റിന് വേണ്ടി ലെവൽ 2, അഡ്വാൻസ്ഡ് പഠനത്തിനായി ലെവൽ 3. ഓരോ ലെവലിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് 50 ടാസ്കുകൾ. ഓരോ ടാസ്കിലും ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളുടെ 4 വീഡിയോകൾ, ക്വിസുകൾ, 10 റിവിഷൻ ക്ലാസ്, 10 പൊതുവിജ്ഞാനം ചലഞ്ചുകൾ, മാതൃകാ ചോദ്യപേപ്പറുകൾ, മുൻവർഷ ചോദ്യങ്ങൾ. ടൈം മാനേജ്മെന്റ് പഠിപ്പിക്കാനും സ്പീഡ് മെച്ചപ്പെടുത്തുവാനും ഓരോ ലെവലിലും അക്യുറേറ്റ് ടൈം ബേസ്ഡ് എക്സാമും. അപ്പോൾ ഇനി വെറും 150 ചുവടുകളിലൂടെ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. ഇപ്പോൾ തന്നെ എൻട്രി ഡൗൺലോഡ് ചെയ്യൂ, കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ.